ഡെറിക് ഏഞ്ചൽ എഴുതിയ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രോബ്ലം സോൾവിന്റെ എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നത്. അദ്ദേഹം ഒരു നാള് ഡൽഹി എയർപോർട്ടിൽ വിമാനം ഇറങ്ങി. അപ്പൊ ഡൽഹി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാവരും നാല് പാടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങോട്ടാണോ പോവേണ്ടത് അങ്ങോട്ടേക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ക്യാബ് വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം ക്യാബ് വന്നു. ഇദ്ദേഹം അതിനകത്തേക്ക് കയറി. അപ്പോൾ ഇങ്ങനെ റോഡിൽ കൂടെ പോവാണ്. വളരെ പതുക്കെയാണ് വാഹനങ്ങൾ പോകുന്നത്, കാരണം ഭയങ്കര തിരക്കുള്ള ഒരു അന്തരീക്ഷമാണ്. രാവിലെ ഒരു 9 മണി ആ ഒരു സമയമാണെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ ഒരു സിഗ്നലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ ക്യാബ് നിന്നു. സിഗ്നൽ കഴിഞ്ഞിട്ട് വേണമല്ലോ പിന്നെ കടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പയ്യൻ, ഒരു നിക്കർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവനാണെങ്കിൽ ഇങ്ങനെ തീരെ അവശനായിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബ്രെഡിൻ്റെ കഷ്ണമുണ്ട്. ആരെങ്കിലും കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അവൻ പണിയെടുത്ത് വാങ്ങിയതായിരിക്കാം, എന്താണെന്ന് അറിയില്ല. ആ പയ്യൻ്റെ കയ്യിൽ ഒരു ബ്രെഡിൻ്റെ കഷ്ണമുണ്ട്. അപ്പം ഇവനാണെങ്കിൽ ആ ബ്രെഡിൻ്റെ കഷ്ണം ഇങ്ങനെ കടിച്ചു. അപ്പം ഇദ്ദേഹം ഈ ക്യാബിനകത്തിരുന്നിട്ട് അതിങ്ങനെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പട്ടി, വളരെ അവശനായ ഒരു പട്ടി അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഈ പയ്യനാണെങ്കിൽ അവൻ കടിച്ചതിൻ്റെ ബാക്കി ആ ഒരു ബ്രെഡിൻ്റെ പീസ് ആ പട്ടിക്ക് നേരെ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ പട്ടി കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് ആ ബ്രെഡിൻ്റെ കഷ്ണം ഒന്ന് മണത്ത് നോക്കിയിട്ട് അത് കഴിക്കാതെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്താണ് ആ പയ്യൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കാറിനകത്തിരുന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പയ്യനാണെങ്കിൽ ആ ബ്രെഡിൻ്റെ കഷ്ണം പിന്നെയും എടുത്ത് അത് തുടച്ച് അത് വീണ്ടും കഴിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സിഗ്നല് പച്ച കത്തി, ഇവര് ക്യാബ് എടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിന് ആ പയ്യന്റെ ആ മുഖവും ആ ബ്രെഡിന്റെ കഷ്ണവും അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമായി, വൈകുന്നേരം ചായ കുടിക്കുന്ന സമയമായി. ഈ ബ്രെഡിന്റെ കാര്യങ്ങളും ഈ പയ്യന്റെ കാര്യമൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ മാറി മാറി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു പയ്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം ആ ക്യാബിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത്? എനിക്ക് വേണമെങ്കിൽ ആ ക്യാബ് സൈഡിലേക്ക് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി ആ പയ്യനെ സഹായിക്കായിരുന്നു, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കായിരുന്നു, ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള പണം നൽകായിരുന്നു. ഞാൻ അതൊന്നും ചെയ്തില്ല. പിന്നീടാണ് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത്, ഒരു സംഭവം കഴിഞ്ഞു, അത് ഞാൻ പിന്നെയും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴാണോ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് അപ്പോഴാണ് ഇറങ്ങി പ്രവർത്തിക്കേണ്ടത്. പിന്നെ നമ്മൾ അത് ചെയ്യായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഹലോ എവ്രി വൺ, എല്ലാവർക്കും പ്രോബ്ലം സോൾവിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പേര് പോലെ തന്നെ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള ലുലു മാഡവും അതുപോലെ തന്നെ ബിനുഷ മാഡവുമാണ്. രണ്ടുപേരെയും ഞാൻ ഈ ഷോയിലേക്ക് വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് അധികം എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും സൈക്കോളജിസ്റ്റുമാരോട്, നിങ്ങൾക്കുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, മാനസിക വെല്ലുവിളികൾ എല്ലാം ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മറുപടികൾ ഇവരിവിടെ നിന്ന് സൈക്കോളജിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ തെറാപ്പി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും. അതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, ഞാനത് വായിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിവരങ്ങളും കാര്യങ്ങളും ഒന്നും വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നാണെങ്കിൽ താഴെ കാണുന്ന അനോണിമസ് ലിങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് തികച്ചും ഒരു അപരിചിതനായിട്ട് നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ സൈക്കോളജിസ്റ്റുമാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് കേൾക്കണ്ടേ. ഞാനിപ്പോൾ ഈ ഒരു കഥ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണോ ആക്ട് ചെയ്യേണ്ടത് ആ ഒരു സമയത്താണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വാട്സപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആള് കുറച്ച് നാളായി ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് അതിനുള്ള ആൻസർ കറക്റ്റ് സമയത്ത് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മൾ വച്ച് താമസിപ്പിക്കാതെ എന്നാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അവരൊരു 3 പാർട്ടായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു 3 പാർട്ടായിട്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നമുക്ക് ആൻസർ പറയാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഹൗ ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് അദ്ദേഹം തന്നെ ചോദിച്ചിരിക്കുന്നത് ഹൗ ടു ഡെവലപ്പ് അവർ സോഷ്യൽ സ്കിൽ. മൂന്നാമത്തെ ചോദ്യം ഹൗ ടു മേക്ക് ആൻഡ് മെയിൻറ്റെയിൻ ഫ്രണ്ട്സ്
ഓർ സാറ്റിസ്ഫൈയിങ് റിലേഷൻഷിപ്പ്. അപ്പം ഫസ്റ്റ് 3 പാർട്ടായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആൻസർ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹൗ ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കാനും ഇതൊക്കെ പറ്റുന്ന തരത്തിലുള്ള സ്കിൽ, അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ് മാഡം? കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. കാരണം സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും കോളേജ് ലൈഫിലാണെന്നുണ്ടെങ്കിലും വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അത് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും കൂടി മനസ്സിലാവണം. ഇപ്പം അലിയുടെ പറഞ്ഞ കഥയിലും ഈ ഒരു ക്വസ്റ്റ്യനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഒരു ബന്ധമുണ്ട്. അതായത് നമ്മൾ സോഷ്യലായിട്ട് ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. അപ്പോൾ പലപ്പോഴും ആൾക്കാർ സോഷ്യലൈസ് ചെയ്യാൻ മടിക്കുന്നത് എന്തോ ഒരു ഹെസിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ഈ കഥയിലും ആ പയ്യന് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ടൊരു ഹെസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പം ആ ഹെസിറ്റേഷൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പം ചെറുപ്പത്തിലെ ചില കുട്ടികളുടെ പാരൻസ് അവർ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നീ പറയുന്നത് പൊട്ടത്തരാണ്, അല്ലെങ്കിൽ നീ അവരെ അടക്കി നിർത്താനുള്ള ഒരു ടെൻഡൻസി പാരൻസിനോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കോ ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി അവർ വലുതായി വരുമ്പോഴേക്കും അവർക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത് ശരിയായിരിക്കോ തെറ്റായിരിക്കോ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാം. അങ്ങനെ പോകെ അവർക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ളൊരു ഹെസിറ്റേഷൻ, ഒരു ആങ്സൈറ്റി, ഇതാണ് പിന്നീട് അതൊരു സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിന് ശേഷം ആൾക്കാർ മാസ്ക് ഇട്ട് നടക്കുന്നത് ഈവൻ ആ ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ഉള്ളൊരു മടി കൊണ്ടാണ്. അപ്പം നമുക്ക് ഈ സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകേണ്ട ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ മാക്സിമം യെസ് പറഞ്ഞിട്ട് അത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നോ പറഞ്ഞിട്ട് ബാക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിയർ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഈവൻ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും വേറെ ലാംഗ്വേജിൽ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാനായിട്ട് ചില ആൾക്ക് ഭയങ്കര ഹെസിറ്റേഷൻ ആയിരിക്കും. അപ്പം വാട്ട് എവർ തെറ്റാണെന്നുണ്ടെങ്കിൽ പോലും അത് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരൻസ് അത് കൊടുക്കുക, അല്ലെങ്കിൽ വലിയ ആളാണെന്നുണ്ടെങ്കിലും പറഞ്ഞത് തെറ്റായാലും കുഴപ്പമില്ല, അത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു ധൈര്യം ആൾക്ക് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ തന്നെ സോഷ്യലൈസിങ് ആ ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഔട്ടർ ലുക്കും അതിലും നമ്മൾ കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മളൊരു അത് ഔട്ടർ ലുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഭയങ്കര ഒരു നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു അങ്ങനെ ഫെയർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനങ്ങളൊന്നല്ല ഉദ്ദേശിക്കുന്നത്. അവരെന്താണോ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ അവർ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേജിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡ്സ് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഐ ടു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെയൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിട്ട് തോന്നും. അപ്പം ആ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു സാധനം നമ്മൾ ചെറുതിലേ മുതൽ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യണം മാക്സിമം സംസാരിക്കാനായിട്ട്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴായാലും അതിലുള്ള മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കാരണം ആൾക്കാരെ പറഞ്ഞ് എന്താ പറയുക വാങ്ങിപ്പിക്കേണ്ട സാധനങ്ങൾ അങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ജോബിലോട്ടേക്ക് വരുമ്പോഴേക്കും ഒരുപാട് ഫീൽഡിൽ നമുക്കത് ആവശ്യമാണ്. അപ്പം ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വിചാരിച്ചാൽ ആ ഒരു ഫിയർ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഈ എന്താ പറയുക ഈ ഒരു വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടാവണം മിനിമം. പിന്നെ നമുക്ക് തെറാപ്പിയിലൂടെ ആൾക്ക് എവിടെയാണോ ബാക്ക് ഓഫ് ചെയ്യുന്നത് അവിടെ ഒക്കെ നമുക്ക് ഓരോ സ്കിൽസ് ആയിട്ട് മെല്ലെ മെല്ലെ കൊടുത്തു തുടങ്ങാനായിട്ട് പറ്റും. സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നതും രണ്ടും ഒരു ഇന്റർചേഞ്ച്. സോഷ്യൽ സ്കിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ആൾക്കാരായിട്ട് കുറച്ചും കൂടി അധികം ആൾക്കാരുള്ള സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി ഒരു അങ്ങനെയോടാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഈവൻ എനിക്ക് എൻ്റെ പാർട്ട്ണറോടും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഈവൻ ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിലും ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ പോലും അവൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവണം. അപ്പൊ അവിടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അത് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് പിന്നെ വരാം. അപ്പം 3 പാർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ആദ്യത്തെ 2 പാർട്ടിനുള്ള ഉത്തരം ലുലു മാഡം പറഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെതും സോഷ്യൽ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തോന്നണം അല്ലേ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 3ാമത്തെ പാർട്ടിൽ പുള്ളി ചോദിച്ചിരിക്കുന്നത് ഹൗ ടു മേക്ക് ആൻഡ് മെയിൻറ്റെയിൻ ഫ്രണ്ട്സ് ഓർ സാറ്റിസ്ഫൈയിങ് റിലേഷൻഷിപ്പ്.
ഇതും ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. അതെ, നമുക്കിപ്പം മാസ്ലോന്റെ ഒക്കെ ഒരു ഹൈറാർക്കി നീഡ്സ് ഉണ്ട്, ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു സാധനം. അപ്പൊ അതിൽ ബേസിക് ആയിട്ട് ഒരു ഫിസിയോളജിക്കൽ നീഡ്, അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി നീഡ്സ്, അത് കഴിഞ്ഞിട്ട് ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇങ്ങനെ ഒരു ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ അതിൽ പല ആൾക്കാർക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതായത് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, അല്ലെങ്കിൽ സ്ലീപ്പ്, ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് സാറ്റിസ്ഫൈഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സേഫ്റ്റി നീഡ്. അപ്പം നമുക്കൊരു സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ്, അല്ലെങ്കിൽ നമുക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ്, അതും ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ലെവലിലോട്ടേക്ക് വരുമ്പം ഒരു ലവ് ആൻഡ് ബിലോങ്ങിലോട്ടേക്ക് വരുമ്പോഴേക്കും പല ആൾക്കാരും സ്റ്റക്കായി പോകുന്നുണ്ട്. അതായത് അവർക്കൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു ലോൺലിനെസ്സും ഡിപ്രഷനും സാധനങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പം നമ്മൾ എപ്പോഴും ഇപ്പം കല്യാണം കഴിഞ്ഞാലും ശരി, കഴിഞ്ഞിട്ടില്ലെങ്കിലും ശരി, എപ്പോഴും ഒരു 1-2 ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ചില ആൾക്ക് അത് സ്കൂളിൽ കിട്ടണമെന്നില്ല, കോളേജിൽ കിട്ടണമെന്നില്ല, ബട്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈം എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മൾ ഒരു സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും പറ്റണം. അതുപോലെ തന്നെ കപ്പിൾസ് ആയിട്ടും നമുക്കൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ സാധനങ്ങളൊക്കെ വേണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലവ് ആൻഡ് ബിലോങ്ങിങ് എന്നുള്ള ഒരു നീഡും കൂടി സാറ്റിസ്ഫൈ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് കമ്മ്യൂണിക്കേഷൻ ഇസ് റിയലി ഇമ്പോർട്ടന്റ്. അപ്പോ ചോദ്യം ചോദിച്ച ആൾക്ക് അതൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.